You need to force every politician, whichever party he or she belongs to come here on this stage and tell you what are they going to do for you. നിങ്ങൾ എല്ലാ പാർട്ടിയിലെയും ഏത് പാർട്ടിയിലെയും രാഷ്ട്രീയ പ്രവർത്തകരാവട്ടെ, അവർ ഈ സ്റ്റേജിൽ വന്ന് ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾ അവരെ നിർബന്ധിക്കണം. ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഞങ്ങളോട് പറയണം എന്ന് നിങ്ങൾ അവരെ നിർബന്ധിക്കണം. How are they going to help you face rising prices? How are they going to help you get employment? How are they going to help the women of India to stand up on their own feet? You need to ask hard questions and you need to compel them to give you answers. നിങ്ങൾ വളരെ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ ഇവിടുത്തെ രാഷ്ട്രീയക്കാരോട് ചോദിക്കണം. ഈ രാജ്യത്തെ വർദ്ധിച്ചു വരുന്ന വിലക്കയറ്റം തടയാൻ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു? ഈ രാജ്യത്തെ തൊഴിലില്ലായ്മയെ നേരിടാൻ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു? ഈ രാജ്യത്തെ സ്ത്രീകളെ സ്വന്തം കാലിൽ നിൽക്കാൻ പര്യാപ്തമാകാൻ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് അവരോട് ചോദിച്ച് അവരിൽ നിന്ന് ഉത്തരങ്ങൾ നിങ്ങളെ നൽകാൻ അവരെ നിങ്ങൾ നിർബന്ധിക്കണം. That's why in this election the Congress party, come here, come with me here. Come. Yeah, tell him to come. Come here. Carefully. What is his name? മോനെ പേരെന്താ? He's not listening. Come. Come in for the chair. Come sit. ആ കുഞ്ഞിന്റെ പേരെന്താന്നറിയോ? പേരെന്താ? He's Anthony. He's Anthony. Sorry, small interruption. ചെറിയൊരു തടസ്സം, ചെറിയൊരു ഇടവേള, ക്ഷമിക്കണം. Come here, sit at the back. Okay, now I can continue. Thank you. So the second thing, which is the most important issue, is that you must see to it that Indian politics starts responding to your struggles, your fights, your problems and your daily issues. നിങ്ങളുടെ ദൈനംദിന ജീവിത പ്രശ്നങ്ങളോട്, നിങ്ങളുടെ ബുദ്ധിമുട്ടുകളോട്, നിങ്ങളുടെ പോരാട്ടങ്ങളോട് പ്രതികരിക്കാൻ ശേഷിയുള്ളതാണ് ഇന്ത്യൻ രാഷ്ട്രീയം എന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു ചുമതല ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കുണ്ട്. This is why in this election the Congress party has taken out a very elaborate manifesto in which we have said that we will give you certain guarantees. അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ വിപുലമായ ഒരു പ്രകടന പത്രികയുമായി, നിങ്ങൾക്ക് ധാരാളം ഉറപ്പ് നൽകുന്ന ഒരു പ്രകടന പത്രികയുമായി കോൺഗ്രസ് പാർട്ടി മുൻപോട്ട് വന്നിരിക്കുന്നത്. So I would like to read out to you some of the guarantees that will help you to face the issues that you are facing today. നിങ്ങൾ ഇന്ന് നേരിടുന്ന പല പ്രശ്നങ്ങളും, ചില പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉതകുന്ന ചില ഉറപ്പുകൾ, ഞങ്ങളുടെ പ്രകടന പത്രികയിൽ നൽകിയിട്ടുള്ള ചില ഉറപ്പുകളെ കുറിച്ച് സംസാരിക്കാൻ ഞാൻ The Congress party guarantees
agricultural status. റബ്ബറിന് കൃഷിയുടെ കാർഷിക വൃത്തിയുടെ പദവി നൽകുമെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉറപ്പ് നൽകുന്നു. We will make cooperative banks specially for fishermen. മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി പ്രത്യേക സഹകരണ ബാങ്കുകൾ സ്ഥാപിക്കും എന്ന് ഞങ്ങൾ ഉറപ്പ് നൽകുന്നു. And in order to financially support the fishermen community, you will be given ID cards and credit cards. നമ്മുടെ മത്സ്യത്തൊഴിലാളി സമൂഹത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവർക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിന് വേണ്ടി ID കാർഡുകളും ക്രെഡിറ്റ് കാർഡുകളും അവർക്ക് നൽകുന്നതായിരിക്കും എന്ന് ഉറപ്പ് നൽകുന്നു. Special diesel subsidy and insurance cover will be given to all fishermen. പ്രത്യേക സബ്സിഡിയും അതുപോലെ തന്നെ ഇൻഷുറൻസ് പരിരക്ഷയും നമ്മുടെ മത്സ്യത്തൊഴിലാളി സുഹൃത്തുക്കൾക്ക് നൽകുന്നതായിരിക്കും. And you will have insurance cover for your fishing boats also. അത് മാത്രമല്ല മത്സ്യത്തൊഴിലാളികളുടെ മത്സ്യബന്ധന യാനങ്ങൾക്കും ബോട്ടുകൾക്കും ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നതായിരിക്കും. All across the country, yes, all across the country, we will make MSP a law. നമ്മുടെ രാജ്യം മുഴുവൻ മിനിമം താങ്ങുവില എന്ന് പറയുന്നത് നിയമപരമായി നമ്മുടെ കർഷകർക്ക് ഉറപ്പാക്കും. Today the central government has 30 lakh vacant jobs. We will fill these vacancies when we come to power. ഇന്ന് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിൽ ഏകദേശം 30 ലക്ഷം തസ്തികകൾ ഒഴിഞ്ഞു കിടപ്പുണ്ട്. ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ഉടനടി ഈ തസ്തികകളിലേക്കെല്ലാം നിയമനം നടത്തുമെന്ന്